കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കോളേജ് പ്രൊഫഷണൽ സ്പോർട്സ് ലീഗിന് ജൂലൈ 17-ന് തുടക്കമാകും. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിവിധ സ്റ്റേഡിയങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. വിദേശ രാജ്യങ്ങളിലെ മാതൃകയിൽ കോളേജ് സ്പോർട്സ് ലീഗ് സംഘടിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സംരംഭമാണ് ഇത്. ക്യാമ്പസുകളെ ലഹരിമുക്തമാക്കിക്കൊണ്ട് ആരോഗ്യമുള്ള യുവതയെ വാർത്തെടുക്കുക എന്നതാണ് കോളേജ് സ്പോർട്സ് ലീഗ് ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യം കൈവരിക്കുന്നതിനായി CSL കേരള പോലൊരു ജനകീയ കായിക സംസ്കാരം സഹായിക്കും എന്നതാണ് പ്രതീക്ഷ. സംസ്ഥാന കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് ലീഗ് സംഘടിപ്പിക്കുന്നത്. 18-ാം തീയതി വൈകിട്ട് 4 മണിക്ക് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കോളേജ് സ്പോർട്സ് ലീഗ് ഉദ്ഘാടനം ചെയ്യും. കായിക മേഖലയുടെ പുരോഗതി എന്നാൽ മികച്ച താരങ്ങളെ ബ്രാൻഡ് ചെയ്യുന്നതുൾപ്പെടെ സമഗ്രമായ പുരോഗതിയാണ് CSL കേരള ലക്ഷ്യം വെക്കുന്നതെന്ന് കായിക വകുപ്പ് ഡയറക്ടർ വിഷ്ണുരാജ് P. IAS പറഞ്ഞു. പുതിയൊരു കൈൻഡ് ഓഫ് ലോയൽറ്റി ഒരു കോളേജിലെ കീഴിൽ ടീമിനോട് വരുത്താനും ഒരു ഫാൻ ബേസ് വരുത്താനും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഓട്ടോമാറ്റിക്കലി ടീമിൻ്റെ ഒരു ഫാൻ ബേസിൻ്റെ ഭാഗമാകാൻ അവരായിട്ടുള്ള കൂടുതൽ എൻഗേജ്മെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടൊരു കൈൻഡ് ഓഫ് ഇമോഷൻ ബിൽഡിംഗ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കണം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം, കോളേജ് സ്പോർട്സ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഗെയിമിൻ്റെ ആക്ടിവിറ്റി ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ്. ആ ഗെയിമിലേക്കുള്ള പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഒരു ബ്രാൻഡ് ബിൽഡിംഗ്, ഇത്തരം കാര്യങ്ങളാണ് കൂടുതൽ ഒരു പക്ഷേ തുല്യമായിട്ടുള്ള ശ്രദ്ധ പോകേണ്ടത്. കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള കഴിഞ്ഞ വർഷത്തെ വിജയികളെയാണ് ഈ വർഷത്തെ ലീഗ് മത്സരങ്ങൾക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. പുരുഷന്മാർ ഫുട്ബോളിലും വനിതകൾ വോളിബോളിലും മാറ്റുരയ്ക്കും. ജൂലൈ 17 മുതൽ ഫുട്ബോൾ മത്സരങ്ങൾക്ക് തുടക്കമാകും. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിവിധ സ്റ്റേഡിയങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. ഓഗസ്റ്റ് ആദ്യവാരം MG സർവകലാശാല ക്യാമ്പസിലാണ് വോളിബോൾ മത്സരങ്ങൾ അരങ്ങേറുക. ഇതോടെ വിദേശ രാജ്യങ്ങളിലെ മാതൃകയിൽ കോളേജ് സ്പോർട്സ് ലീഗ് സംഘടിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാവുകയാണ് കേരളം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.